കരളുരുകി നീ കരഞ്ഞുവല്ലോ. കർത്താവേ, നീ എൻ ചെയ്തികളോർത്ത് പശ്ചാത്തപിച്ചു ഞാൻ വന്നിടുന്നു. പാപത്തിൽ നിന്നു നീ മോചനം നൽകണേ. കരളുരുകി നീ കരഞ്ഞുവല്ലോ. കർത്താവേ, നീ എൻ ചെയ്തികളോർത്ത് പശ്ചാത്തപിച്ചു ഞാൻ വന്നിടുന്നു. പാപത്തിൽ നിന്നു നീ മോചനം നൽകണേ. ദാവീദിൻ പുത്രനാം യേശുവേ, പാപിയാമെന്നിൽ കനിയണമേ. ദാവീദിൻ പുത്രനാം യേശുവേ, പാപിയാമെന്നിൽ കനിയണമേ. നന്മകൾ ചെയ്യുവാൻ ഞാൻ കൊതിച്ചു, ചെയ്തതോ തിന്മകളായി പലതും. നന്മകൾ ചെയ്യുവാൻ ഞാൻ കൊതിച്ചു, ചെയ്തതോ തിന്മകളായി പലതും. കണ്ണുനീർ വീഴ്ത്തി ഞാൻ കേണിടുന്നു, കണ്ണുനീർ വീഴ്ത്തി ഞാൻ കേണിടുന്നു. നിൻ തിരുരക്തത്താൽ കഴുകണമേ എന്നെ, നിൻ തിരുരക്തത്താൽ കഴുകണമേ. ദാവീദിൻ പുത്രനാം യേശുവേ, പാപിയാമെന്നിൽ കനിയണമേ. ദാവീദിൻ പുത്രനാം യേശുവേ, പാപിയാമെന്നിൽ കനിയണമേ. തഴക്കദോഷങ്ങളാൽ ഞാൻ വലഞ്ഞു, വിടുതൽ എനിക്കങ്ങരുളേണമേ. തഴക്കദോഷങ്ങളാൽ ഞാൻ വലഞ്ഞു, വിടുതൽ എനിക്കങ്ങരുളേണമേ. വിനകളും മാറാത്ത രോഗങ്ങളും, വിനകളും മാറാത്ത രോഗങ്ങളും എൻ പാപഫലമായി ഭവിച്ചുവല്ലോ. എന്നെ നിൻ തിരുരക്തത്താൽ കഴുകണമേ. കരളുരുകി നീ കരഞ്ഞുവല്ലോ. കർത്താവേ, നീ എൻ ചെയ്തികളോർത്ത് പശ്ചാത്തപിച്ചു ഞാൻ വന്നിടുന്നു. പാപത്തിൽ നിന്നു നീ മോചനം നൽകണേ. കരളുരുകി നീ കരഞ്ഞുവല്ലോ. കർത്താവേ, നീ എൻ ചെയ്തികളോർത്ത് പശ്ചാത്തപിച്ചു ഞാൻ വന്നിടുന്നു.
പാപത്തിൽ നിന്നു നീ മോചനം നൽകണേ. ദാവീദിൻ പുത്രനാം യേശുവേ, പാപിയാമെന്നിൽ കനിയണമേ. ദാവീദിൻ പുത്രനാം യേശുവേ, പാപിയാമെന്നിൽ കനിയണമേ. ആത്മാവിനെന്നും കൂട്ടായി നീ മാത്രം. കൂടാരം വേടിയുമീ ആത്മാവിനെന്നും കൂട്ടായി നീ മാത്രം. ഏകാന്തമാകുമീ യാത്രയിലിന്നും ഏകാന്തമാകുമീ യാത്രയിലെന്നും നിൻ സ്നേഹത്തണൽ മാത്രം. കൂടാരം വെടിയുമീ ആത്മാവിനെന്നും കൂട്ടായി നീ മാത്രം. ജനനവും മരണവും സത്യം, ഇടയിൽ കാൺമത് സ്വപ്നം. കൂടാരം വെടിയുമീ ആത്മാവിനെന്നും കൂട്ടായി നീ മാത്രം. ഏകാന്തമാകുമീ യാത്രയിലെന്നും നിൻ സ്നേഹത്തണൽ മാത്രം. കൂടാരം വെടിയുമീ ആത്മാവിനെന്നും കൂട്ടായി നീ മാത്രം. മണ്ണിൽ നിന്നും മർത്യനെ തീർത്തു നീ മണ്ണോടു ചേർക്കുന്നു. സ്വന്തവും ബന്ധവും വേർപെടുത്തി യൂണിറ്റ് അംഗങ്ങൾക്ക് അർപ്പിക്കാനല്ലെങ്കിൽ സദയം വന്ന് ഒരു ഫോട്ടോ എടുക്കാൻ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കാനാണ്. അതോടൊപ്പം തന്നെ ചക്കരക്കടവ് മാഞ്ഞൂരാൻ കുടുംബ സമാജത്തിൻ്റെ ഒരു കാർന്നോത്തി എന്ന രീതിയിൽ സമാജത്തിൻ്റെ അന്ത്യ അഭിവാദ്യങ്ങൾ അർപ്പിക്കുവാൻ വേണ്ടി സമാജത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് കമാൻഡർ ജോസ് മാഞ്ഞൂരാൻ കടന്നു വന്നിരിക്കുകയാണ്. കമാൻഡർ ജോസ് മാഞ്ഞൂരാൻ ആലീസ് വിലിമയുടെ ഭൗതിക ശരീരത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ഏതും
നാമത്തിലാമേൻ. ഈശോയെ, ഞങ്ങൾ ദാവീദിന്റെ കോട്ടയെ, നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ, കുടിയേറ്റക്കാരുടെ ആശ്വാസമേ, പീഡിതരുടെ ആശ്വാസമേ, ക്രിസ്ത്യാനികളുടെ മകന്മാരുടെ രാജ്ഞി, പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി, ദീർഘദർശികളുടെ രാജ്ഞി, പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, കർമ്മല സഭയുടെ അലങ്കാരിക കുഞ്ഞാടെ, ലോകം എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ തങ്കം വീണ്ടും കൊടുക്കുന്ന ഈ കുടുംബത്തെ കൃപന്മാർക്ക് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും വിഗ്രഹങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ യോഗ്യതയെ കുറിച്ച് ഞങ്ങൾക്ക് തന്നതാണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ സർവേശ്വര, ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദൈവപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ ആദ്യത്തെ നിശ്ചയിച്ചുവല്ലോ. ഈ ദിവ്യമാതാവിനെ നിലച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവിടെ ശക്തിയുള്ള അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടുക. കന്യകമാരുടെ ോടിയണഞ്ഞവർ സ്നേഹനിറഞ്ഞവരെ, ദൈവസന്നിധിയിലേക്ക് ഇന്ന് പ്രഭാതത്തിൽ വിളിക്കപ്പെട്ട നിത്യസമാനത്തിനായ കടന്നുപോകുന്ന സഭയിലേക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കർമ്മങ്ങളിൽ നമുക്ക് തീവ്രം പങ്കുചേരാം. ഇക്കാലത്തിലായ കുടുംബാംഗങ്ങൾക്ക് ഈശോയുടെ പുനരുത്ഥാനം പ്രത്യാശ നൽകണമെന്നും പരിശുദ്ധമ്മയുടെ ആദ്യസ്ഥിൽ സഹായമാകണമെന്നും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സംഗീതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും അങ്ങയുടെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ ഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വര എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതലേ എന്നേക്കും ആമേൻ. പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വര. ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മനുഷ്യരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി.
എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. ജീവിതം പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, മരിച്ചവരെ അർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തെ സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴിലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരുടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസിക്ക് വരമിന്നരുളേണം. ലോകം വ്യക്തം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു രക്ഷകനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കും ആമേൻ. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ല വരുത്തു വലംഭാഗേ നൽകണമേ നിത്യായുസ്സിൽ പരമോന്നതമാം പരിവേഷം. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 4 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ ഇടക്കപ്പെടും. നാം ഇന്ന് കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. സ്നേഹം നിറഞ്ഞവരെ, 87 വർഷത്തെ ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം തൻ്റെ നിത്യസമാനത്തിനായി നമ്മുടെ പ്രിയ സഹോദരി ആലീസ് എന്ന ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടു. ഈ ലോക ജീവിതത്തിലെ 87 വർഷക്കാലം വ്യത്യസ്തമായ രീതികളിലായിരിക്കും ഇദ്ദേഹം ജീവിച്ചിട്ടുണ്ടാകുക. ചെറുപ്പത്തിൻ്റെ നിഷ്കളങ്കതയും നൈർമല്യവും പുലർത്തിക്കൊണ്ട് ജീവിതത്തെ വളർത്തിക്കൊണ്ടുവന്ന
യൗവനത്തിലൂടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായൊരു മേഖലയിലേക്ക് പ്രവേശിച്ച് കുടുംബജീവിതത്തിലെത്തി കുടുംബാംഗങ്ങളെ എല്ലാവരെയും കൂട്ടായ്മയിലും സ്നേഹത്തിലൊക്കെ വളർത്തി പ്രായമായുമ്പോൾ രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകളിലൂടെ പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകളിലൂടെ ഒരു വീട്ടിൽ രണ്ടുപേര് മാത്രമായി ഒരു ഏകാന്തതയിൽ ജീവിക്കുന്നൊരവസ്ഥയും കടന്നു പോയിട്ടുണ്ടാകും. ഞാൻ ഈ സഹോദരിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ചുറ്റുപാടുകളിലേക്ക് നോക്കാറുണ്ട്. പലതരത്തിലുള്ള സസ്യങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ചിലതിൽ മനോഹരമായ പൂക്കളുണ്ടാകും, ചിലതിൽ പൂക്കൾ അത്ര മനോഹരമായിരിക്കില്ല, പക്ഷെ നല്ല കായ്കളുണ്ടാകും. ചിലതിൽ നമുക്ക് പൂക്കളും കായ്കളും ഒന്നും കാണാൻ കഴിയില്ല, പക്ഷെ അത് പ്രകൃതിക്ക് കാണാൻ നല്ല മനോഹരമായിരിക്കാം. മറ്റു ചിലത് നമുക്ക് ധാരാളം ഓക്സിജൻ പ്രദാനം ചെയ്യുന്നതായിരിക്കും. ഓരോ സസ്യങ്ങളും ഓരോ ചെടികളും എന്ത് തരത്തിലുള്ള പ്രതികരണമാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമായി അറിയുകയില്ല. പക്ഷേ എല്ലാത്തിനും ദൈവത്തിൻ്റെ സൃഷ്ടിയിലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിലും വ്യത്യസ്തമായ നിയോഗങ്ങളുണ്ട്. അതെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടാണ് ഓരോന്നും കടന്നു പോകുക. ഈ അമ്മയെ നമ്മൾ ഇന്ന് അനുസ്മരിക്കുമ്പോൾ ഈ അമ്മയുടെ ജീവിതത്തിൽ ഇതുപോലെ വ്യത്യസ്തമായ നിയോഗങ്ങളിലൂടെയാണ് കടന്നു പോയത്. അവസാന നാളുകളിലേക്കൊക്കെ വരുമ്പോൾ ഏറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. മാനസികമായും ശാരീരികമായും പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും അതെല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി അവിടുന്ന് സ്വീകരിക്കുകയും ഈ സഹോദരിക്ക് നിത്യ സമ്മാനം നൽകുകയും ചെയ്യുന്നു. പല അവസരങ്ങളിലും ഈ ഭവനത്തിലേക്ക് ഈ അമ്മയുടെ മക്കള് എന്നെ കൂട്ടിക്കൊണ്ടുവരികയും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാന നൽകുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാതാപിതാക്കളുടെ ആത്മീയമായ ആവശ്യങ്ങളെ വളരെ താല്പര്യപൂർവ്വം മക്കൾ പരിഗണിച്ചത് കൊണ്ടാണ് അങ്ങനെയെല്ലാം ചെയ്യാൻ ഇടയായത് എന്നും ഞാനിവിടെ പ്രത്യേകം അനുസ്മരിക്കുകയാണ്. മാതാപിതാക്കളെ സംരക്ഷിക്കുകയും അവരെ പരിപാലിക്കുകയും ചെയ്യുന്നത് ദൈവത്തിന് ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു കർമ്മമായി തന്നെയാണ് നമ്മൾ കാണുക. ജീവിതത്തിൻ്റെ തിരക്കുകളിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് ജന്മം നൽകിയ നമ്മെ വളർത്തിയ നമ്മുടെ മാതാപിതാക്കളോടും നമ്മുടെ സഹോദരങ്ങളോടുള്ള നമ്മുടെ കടപ്പാടുകൾ അത് ദൈവത്തോട് നമ്മൾ ചെയ്യുന്ന കൃതജ്ഞതയുടെ വലിയ അടയാളങ്ങളാണ്. ഇന്ന് ഈ അമ്മ കടന്നു പോകുമ്പോൾ അമ്മയുടെ ജീവിതത്തിന് ദൈവം നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. ഈ ലോകത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അവസ്ഥകളിലെല്ലാം ദൈവം ആഗ്രഹിച്ചതുപോലെ തൻ്റെ സഹനങ്ങളിലും മഹത്വം കണ്ടെത്തുവാൻ, ദൈവത്തിന് മഹത്വം കണ്ടെത്തുവാൻ ഈ അമ്മയ്ക്ക് കഴിഞ്ഞതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ജീവിതത്തിൻ്റെ വഴികളിൽ എപ്പോഴെങ്കിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏറിയപ്പോൾ മനസ്സ് മടുക്കുകയോ തിന്മയായത് വിചാരിക്കുകയോ ദൈവത്തിൽ നിന്നൊരു നിമിഷം ഒന്ന് അകന്നു പോകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം ഈ സഹോദരിയോട് ക്ഷമിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത മക്കൾക്കും കൊച്ചുമക്കൾക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നൽകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ കുർബാനയും പ്രാർത്ഥനകളുമാണ് ഈ സഹോദരിക്ക് വേണ്ടി നമുക്ക് അർപ്പിക്കാനുള്ളത്. നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ സഹോദരിയെ നമുക്ക് ഓർക്കാം. നമ്മുടെ ബലികളിൽ ഈ സഹോദരി അനുസ്മരിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ കുരിശലബലിയുടെ യോഗ്യതകളാൽ ദൈവം ഈ സഹോദരിയുടെ പാപങ്ങൾ പുറത്ത് നിത്യസമ്മാനത്തിന് അർഹയാക്കണമേ എന്നും മക്കളും കൊച്ചുമക്കളും കുടുംബാംഗങ്ങളുമൊക്കെ ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ മഹത്വം പ്രത്യാശയോടെ സ്വീകരിച്ചുകൊണ്ട് ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിൽ പ്രത്യാശയോടുകൂടെ ഈ സഹോദരിയുടെ മരണത്തിൻ്റെ വേർപാടിൻ്റെ ദുഃഖം ഉൾക്കൊള്ളാൻ ഇടയാക്കണമെന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ നമുക്ക് തുടരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, അങ്ങയുടെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാകുൽത്തായിൽ അങ്ങയുടെ അമൂല്യമായ രക്തം ചെന്നി രക്ഷിച്ച ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ അങ്ങയുടെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർശിയായി കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതിനുമായ മിശിഹായെ, അങ്ങയുടെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും
കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെയും പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഗർഭസ്ഥനായ നീയാമനയത്തിൽ നിന്ന് പിറന്ന് കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് സർവശക്തിയായ ദൈവത്തിനോട് പ്രവാചിക്കുന്നു. അവിടെ നിന്ന് ജീവിതങ്ങളെ മരിച്ചവരെ വിധിക്കുവാൻ വിശ്വസിക്കുന്നു. വിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. നിത്യമായ ജീവിതത്തിലെ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, അങ്ങയുടെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും അങ്ങയുടെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. അങ്ങയുടെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങ് ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും അങ്ങാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചണലിൽ നെടുവേർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ് കണ്ണുകൾ താടു. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനുമുയരും ഞാനാകുന്നു, കരയരുദേവം കരുണയുടന്തികമാർന്ന ഫിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ ശ്രദ്ധിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയിലൂടെ എന്നെ അറിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം തന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. മൃതസംസ്കാര കർമ്മത്തിന്റെ ആദ്യ ഭാഗം ഭവനത്തിലുള്ളതോടെ അവസാനിക്കുകയാണ്. ഈ രണ്ടാം ഭാഗം വിജോഭവൻ സെമിത്തേരിയുടെ ചാപ്പലിൽ വെച്ചാണ്. എല്ലാവരും ദയവായി വിജോഭവൻ സെമിത്തേരിയിലേക്ക് പോവുക. ഈ പറയുന്നതിന്റെ ആത്മശാന്തിക്ക് വേണ്ടിയുള്ള 7ാം ചരണോടുകൂടെ വിജോഭവൻ സെമിത്തേരിയിലേക്ക് പോകുക. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് വാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്ക നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം നരനരുടേടാൻ കഴിവില്ലാത്തോ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്രയിതം നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, പ്രാർത്ഥിപ്പതിനായി പരിപാവനമായി ദൈവിക ഭവനം പോകും നേരം. സ്നേഹാർദ്രതയാ എൻ പ്രിയജനമേ, അനുദിനമലിവോടോർക്കണമെന്നേ. ഭൂമിയിൽ അവർ
പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോ സ്നേഹം പ്രാപിപ്പതിനായി നീ എന്നും നിലനിൽക്കുന്നു പോയി മറയും നീ ക്ഷണഭംഗുരമാം ലോകവും അതിലെ ജഡികാശകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ അവനെ തേടി കണ്ടെത്തിയില്ല ദുഷ്ടത കൊടിവാഴുകി നശിക്കും ലോകമിതിന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോടാശ്ലേഷിച്ചു. ഞാൻ ദൈവത്തിൽ ആരാധിക്കുന്ന അഭയക്കുരിശിൽ കണ്ടവനവസാനം ജീവനാളിൽ കൈവരുമാനന്ദം നീതിമാന്മാർക്കന്ധകാരത്തിൽ പ്രകാശം ഉദിച്ചു മേഘത്തേരിൽ വരുമല്ലോ. ജീവിതകാലത്ത് സത്യത്തിനായി സ്ഥാപിക്കുകയും ഈ സഹോദരിയെ ദൈവങ്ങളുടെ സഹോദരികളുടെ ഈ സഹോദരി ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്റെ കൂടുതൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്റെ കൂടുന്ന ഉദ്ധാനത്തിൽ നിങ്ങളുടെ ശരീരങ്ങളെ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ പറയുന്നു. മാമോദിസ വഴി വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂദാശകളാൽ എന്റെ ആത്മാവിനെ പോഷണം എന്റെ പിതാക്കന്മാരും ആത്മീയപാലകരമായ പുരോഹിതരെ നൈരാശ്യമുടി വിലപിക്കരുതേ. വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും കാഹളനാദം. രാജിക്കുന്നു ആകാശത്തിൻ മണിവാതിൽക്കൽ നിലകൊള്ളുന്നു. പരിമളമുകിലും പുഷ്പകിരീടം നിർമ്മിക്കുന്നു. സുഹൃതസുമങ്ങൾ ചാർത്തിയൊരുങ്ങി സമലങ്കൃതരായി വരുവിൻ വരുവിൻ നൃപനെ മുറപോൽ എതിരേൽപ്പതിനായി. കർത്താവേ, നിന്റെ ദാസിയുടെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ,
നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമായ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര സ്വഭാവനെ തളിക്കുക ഞാൻ നിർമ്മലരാകും അതിൽ എന്നെ കഴുകുക ഞാൻ എണ്ണയുള്ളവനാകും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് ഇതിനെ മടങ്ങുമെന്ന് വിളിച്ചത് സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തിലൂടെ അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉദാശകളത്തിന്റെ ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവെ നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ല വലത്തു വലം ഭാഗേ മഴ പെയ്യുമ്പോൾ മയിലുകളുടെ നാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. കനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. സ്വർഗത്തിൽ അങ്ങേ സ്തുതിക്കാൻ ഒരു യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്നമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ നിർമ്മല ചരിതകളാം സാറായേലീശ്വർ മർത്തയോടും കൂടെ കടശീലുദ്ധാനം നിതരാം കനിവാർന്നരുളട്ടെ. കർത്താവ് അഖിലേശൻ നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുദ്ധാനം വരുമല്ലോ മരണമുറക്കം കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ ദാസറിനെ ഉയർപ്പിച്ച കർത്താവെ ആശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ അങ്ങയുടെ ദാസിയെ വിളിക്കുകയും അങ്ങയുടെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവെ മരിച്ചവരെ അങ്ങ് കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന ഓരസിലെത്തിക്കയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അന്ത്യ ദൈവമേ അലിയും
സ്നേഹമേ ആശാനാളമേ അഭയം നൽകണേ. നിന്റെ ദിവ്യരാജ്യം മണ്ണിടത്തിൽ വരണം, നിന്റെ ഉള്ളം ഭൂമിയിലെങ്ങും നിറയാൻ. മണ്ണും നിന്നും പാടും നിന്റെ പുണ്യഗീതം, ആരിടത്തിൽ ദൈവരാജ്യം പുലരാൻ. അന്നുള്ള ദിവ്യഭോജ്യം ഞങ്ങൾക്കെന്നും നൽകിടേണം പാദനാം മഹേശനേ. അന്നുള്ള ദിവ്യഭോജ്യം ഞങ്ങൾക്കെന്നും നൽകിടേണം പാദനാം മഹേശനേ. ആബാ ദൈവമേ അലിയും സ്നേഹമേ ആശാനാളമേ അഭയം നൽകണേ. സ്വർഗരാജ്യ സിയോനിൽ വാനദൂതരെല്ലാരും കീർത്തിക്കും രാജാവേ. മന്നിടത്തിൽ മാലോകർ ആമോദത്തോടൊന്നായി പൂജിക്കും രാജാവേ. സ്വർഗരാജ്യ സിയോനിൽ വാനദൂതരെല്ലാരും കീർത്തിക്കും രാജാവേ. മന്നിടത്തിൽ മാലോകർ ആമോദത്തോടൊന്നായി പൂജിക്കും രാജാവേ. നിന്റെ ദിവ്യരാജ്യം മന്നിടത്തിൽ വരണം, നിന്റെ ഉള്ളം ഭൂമിയിലെങ്ങും നിറയാൻ. മണ്ണും നിന്നും പാടും നിന്റെ പുണ്യഗീതം, ആരിടത്തിൽ ദൈവരാജ്യം പുലരാൻ. അന്നുള്ള ദിവ്യഭോജ്യം ഞങ്ങൾക്കെന്നും നൽകിടേണം സാധനാം മഹേശനേ. ആബാ ദൈവമേ അലിയും സ്നേഹമേ ആശാനാളമേ അഭയം നൽകണേ. അധ്വാനിച്ചിടുന്നോനും ഭാരം വഹിക്കുന്നോനും ആലംബം നീയല്ലോ. പ്രത്യാശിച്ചിടുന്നോർക്ക് നിത്യരക്ഷയേകീടും ആനന്ദം നീയല്ലോ. അധ്വാനിച്ചിടുന്നോനും ഭാരം വഹിക്കുന്നോനും ആലംബം നീയല്ലോ. പ്രത്യാശിച്ചിടുന്നോർക്ക് നിത്യരക്ഷയേകീ